നമുക്ക് വേദയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷമാണ്. നമ്മുടെ എല്ലാവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വേദയും വിക്രവും ഒന്നിക്കണം. അവരുടെ ടോം ആൻഡ് ജെറി കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന സമയത്തും അവരുടെ മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് തമ്മിൽ ഒന്നിക്കാനായിട്ട് ദൈവമായിട്ടൊരു അവസരം ഉണ്ടായി കൊടുക്കുകയാണ്. ആ കൊടുങ്കാടിനുള്ളിൽ വെച്ച് വേദയും വിക്രവും ഒന്നാകുകയാണ്. അവർ പരസ്പരം തിരിച്ചറിയുകയാണ്. അവരുടെ ഉള്ളിലെ പ്രണയം എന്താന്നുള്ള അവരെന്താ ഏതാന്നൊക്കെ അവർ തിരിച്ചറിയുവാണ്. അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അവസാനം വന്നു കഴിഞ്ഞപ്പോൾ വാസവന്റെ പിടിയിൽ നിന്ന് വേദയെ രക്ഷിച്ച് വിക്രം ഓടുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഗുണ്ടാഭിലാഷും കൂട്ടരും പിന്നാലെയുണ്ട്. പക്ഷെ അതൊന്നും വിക്രം മൈൻഡ് ചെയ്തില്ല. എങ്ങനെയും വേദയെ രക്ഷിക്കണം, കാരണം തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണാണ്. അപ്പോൾ ഒരു കാരണവശാലും അവളെ കൈവിടാൻ പാടില്ലല്ലോ. അങ്ങനെ വേദയും കൊണ്ട് വിക്രവും കൊണ്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും തല പോയാലും താൻ വേദയെ വിട്ടുകൊടുക്കില്ലെന്ന് ഒരേ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് വിക്രം പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വിക്രത്തിന് കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിക്രം അതൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ വേദയാണെങ്കിൽ നല്ലതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. പിന്നെ കൊടുങ്കാടാ, എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്കോ വാസവന്റെ ഗുണ്ടകളും ഗുണ്ടാഭിലാഷും ഒക്കെ അവിടെ എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ട്. അവന്മാരുടെ എങ്ങാനും കൺമുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. പക്ഷെ വേദ ഒരു കാര്യം ഓർത്തു, എന്തു വന്നാലും അവന്മാരുടെ മുന്നിലേക്ക് പോയി പിടുത്തം കൊടുക്കത്തില്ല. അതിനേക്കാളും ഭേദം വല്ല കാട്ടുമൃഗങ്ങളും കടിച്ചു കൊന്നാലും കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് വിക്രം ധൈര്യം കൊടുക്കുന്നുണ്ട്, നീ പേടിക്കാതിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ വിക്രം കൂടെ ഉള്ളതുകൊണ്ട് വേദയ്ക്ക് അത്ര ടെൻഷനൊന്നും തോന്നിയില്ല. എന്ത് വന്നാലും തന്നെ രക്ഷിക്കാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് സത്യമായിരുന്നു താനും. പിന്നീട് അവർ കുറേ ദൂരങ്ങൾ നടക്കണം. നടന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ കാലൊക്കെ കുഴയാൻ തുടങ്ങി. പിന്നീട് അവർ ഒരു പാറയുടെ പുറത്ത് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. കയറിയിരിക്കുന്ന സമയത്ത് വേദ പറഞ്ഞു, എനിക്കിനി നടക്കാൻ പറ്റില്ല, നല്ല വിശപ്പുണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയണം. വിക്രം പറഞ്ഞു, ഈ കൊടുങ്കാട്ടിനുള്ളിൽ എന്ത് കിട്ടാനായിട്ടാ, എന്തേലും വേണ്ടേ? അപ്പോഴേക്കാണ് വിക്രം ഓർത്തെ, വിക്രത്തിന് ഒരു കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു അരുവി കിടന്നൊരു കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിക്രം പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്തേലും മാർഗം ഉണ്ടോ എന്ന് നോക്കാന്നൊക്കെ പറയണം. അങ്ങനെ അവർ കുറേ ദൂരം കൂടെ അങ്ങ് നടന്നു. അപ്പത്തേനും ഏകദേശം വൈകുന്നേരമായി. സമയം വൈകുന്നേരം ആകുന്തോറും വേദയ്ക്കും വിക്രത്തിനും നല്ല ടെൻഷനുണ്ട്. കാരണം കാടാണ്, ചിലപ്പം മൃഗങ്ങളൊക്കെ ഇറങ്ങിയെന്നിരിക്കും. അതുകൊണ്ട് ഒന്നും പറയാനായിട്ട് പറ്റില്ല. ഈ സമയത്ത് ഗുണ്ടാഭിലാഷും കൂട്ടരും അവിടെയൊക്കെ തിരയുന്നുണ്ട്. ഗുണ്ടാഭിലാഷ് പോകാൻ കൂട്ടാക്കിയില്ല. അവർ ഈ കാട്ടിൽ തന്നെ കാണും. അവന്മാരെ പിടികൂടിയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവരെ കൊണ്ട് തിരയാൻ പറ്റുന്നതോടെല്ലാം തിരയുന്നുണ്ട്. പക്ഷെ കൂട്ടാളികൾക്കാണ് എങ്ങനെയും പോയാൽ മതി എന്നുള്ളൂ. രാത്രിയായിട്ടുണ്ടെങ്കിൽ വല്ല വന്യമൃഗങ്ങളുടെ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ. ഇനി അവരെ പിടിക്കാൻ പോയിട്ട് തങ്ങളുടെ ജീവൻ കളയണോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അവസാനം അഭിലാഷിനോട് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇനിയിപ്പോൾ അവരെ തിരഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. അവരെവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പം നമ്മുടെ ജീവൻ കളയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് സുധാകരൻ മാഷിനൊക്കെ എന്താണെന്ന് അറിയത്തില്ല. കാരണം വേറെ അവിടെ എത്തിയിട്ടില്ല. വിക്രത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കൊടുങ്കാടിനുള്ളിൽ എവിടെയാ റേഞ്ച് ഇരിക്കുന്നത്? വിക്രത്തെ വിളിച്ചിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് എന്ത് ചെയ്യുവാണ്? മാഷ് അന്വേഷിച്ച് പോകുന്നുണ്ട്. മാഷ് നേരെ ചെല്ലുന്നത് സജീവിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് അവരോട് കാര്യങ്ങൾ പറയണം. എല്ലാം കേട്ടിഞ്ഞപ്പോൾ സജീവൻ പറഞ്ഞു, ഞങ്ങൾ കണ്ടില്ല അവനെ, ജീനയുടെ അടക്കത്തിന് വരുമെന്ന് ഓർത്താ. പക്ഷെ അതിനു മുമ്പ് അവൻ എങ്ങോട്ടോ പോകുന്ന കണ്ടു. പക്ഷെ ഞങ്ങൾ കുറേ അന്വേഷിച്ചു, പക്ഷെ എവിടെ എന്താണെന്നൊരു വിവരമില്ലെന്ന് പറയണം. അപ്പോഴേക്കും മാഷിന് ഒന്നുകൂടെ ടെൻഷനായി. എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം, വേദയെക്കുറിച്ചൊരു അറിവുമില്ല. പിന്നീട് മാഷുള്ള സത്യം പറയണം, വേദ അവിടെ എത്തിയിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്കും ടെൻഷനായി. കാരണം ഇനിയിപ്പോൾ വാസവൻ്റെ കാര്യം നന്നായിട്ട് അറിയാം. വാസവൻ എന്തെങ്കിലും ആക്രമണം നടത്തിയിട്ടുണ്ടായിരിക്കുമോ? ഇനിയിപ്പോൾ വേദയും വിക്രത്തിനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ വേദയല്ല ആദ്യം കാണാതെ പോയിക്കുന്നത്. അപ്പോൾ വിക്രത്തിന് എന്ത് സംഭവിച്ചു? അതൊരു ചോദ്യചിഹ്നമായിട്ട് മാറുവാണ്. പിന്നീട് മാഷിനെ അവർ സമാധാനിപ്പിക്കുന്നുണ്ട്, ടെൻഷൻ അടിക്കാതിരിക്കുക, ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അവരവരുടേതായ രീതിയിൽ നോക്കുന്നുണ്ട്. ഈ സമയത്ത് കമലയ്ക്കും നല്ല ടെൻഷനായി. കമല ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കമലയുടെ വിചാരം എന്താ, വേദയുടെ വീട്ടിലേക്ക് പോയി ഇങ്ങോട്ടേക്ക് വരാനുള്ള മടി കൊണ്ടായിരുന്നു. പക്ഷെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ സമാധാനം പറയണം. അത് മാത്രമല്ല വിക്രത്തെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനിയിപ്പോൾ വാസവന്റെ ഗുണ്ടകൾ അവരെ വല്ലതും ചെയ്തോന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞപ്പോൾ നന്ദിനിക്ക് ഒരു കുലുക്കമില്ലായിരുന്നു. നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നന്ദിനി പറഞ്ഞു, വെറുതെ ഒന്നുമല്ല, ആ വാസവനെ വെല്ലുവിളിക്കാൻ പോയിട്ടല്ലേ, അവൾ അനുഭവിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു നന്ദിനിക്ക്. നന്ദിനി അത് വിനായകനോട് പറയുകയും ചെയ്തു.
വിനായകൻ പറഞ്ഞു, എൻ്റെ നന്ദിനി, നിനക്ക് ഇത്തിരിയെങ്കിലും കണ്ണിച്ചോരയുണ്ടോ? നീ ഒരു പെണ്ണല്ലേന്ന് ചോദിക്കണം എന്നും പറഞ്ഞോണ്ട്, അവൾ എൻ്റെ ശത്രുവാ വിനയേട്ടാ, അവൾ പോവാണെങ്കിൽ രക്ഷപ്പെട്ടു, അവളുടെ ശല്യം അതോടുകൂടി തീർന്നാൽ മതിയായിരുന്നു. അവൾ കാരണം എനിക്കെന്നും ഈ കുടുംബത്തിൽ പ്രശ്നമുള്ളൂ, അവളിങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു പറയാണ്. ആ സമയത്ത് വിനായകൻ പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ടോ വിക്രം ഉള്ളപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. അതിനിപ്പോൾ വിക്രത്തിനെ കണ്ടില്ലല്ലോ, ഇനിയിപ്പോൾ വിക്രത്തെ എങ്ങാനും ആ വാസവൻ്റെ ഗുണ്ടകളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കുമോ? മിക്കവാറും വേദനയും കൊണ്ടുപോയി കാണുമായിരിക്കും. വേദനയും കൊണ്ടുപോയി അവന്മാർ ശരിപ്പെടുത്തി കാണും. അല്ലെങ്കിൽ ഞാൻ അന്ന് തീരുമാനിച്ച കാര്യമാണ് മുമ്പ് തന്നെ. ആ വാസവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭേദ വെല്ലുവിളിച്ചില്ല അയാളെ, അപ്പോൾ അയാൾ ചിലപ്പോൾ പ്രതികാരം ചെയ്ത് കാണും എന്നൊക്കെ നന്ദിനി പറയാണ്. ഇത് കേട്ടോണ്ട് ശ്രീജ അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രീജ കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാലും നന്ദിനി, നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നും? കണ്ണിച്ചോരയില്ലാതെ ഒന്നും അല്ലേലും ദേ വിക്രം വിനായൻ്റെ അനിയനല്ലേ, അതുമാത്രമല്ല വേദ നിന്റെ അനുജത്തിയല്ലേ, അപ്പം നിനക്ക് എങ്ങനെ തോന്നും ഇങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയണം. പിന്നീട് ശ്രീജ എന്നിട്ട് വിശ്വത്തിനോട് കാര്യങ്ങളൊക്കെ പറയണം. വിശ്വത്തിനും അറിയില്ലായിരുന്നു, അവർക്ക് ആർക്കും അറിയത്തില്ല എങ്ങോട്ട് പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. ഒരു പക്ഷേ വേദയുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും. അവർക്ക് ആർക്കും അറിയത്തില്ല വേദ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെന്നുള്ള കാര്യം. പിന്നീട് ഒരു കാര്യം തീരുമാനിച്ചു. മാഷ് നേരെ ശ്രീനിവാസനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ മാഷ് ഇന്നുവരെ ഒരു കാര്യമായിട്ട് പോയിട്ടില്ല. പക്ഷെ ശ്രീനിവാസൻ്റെ അടുത്ത് ചെന്ന് ശ്രീനിവാസനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതെ, വേദ വീട്ടിൽ ചെന്നിട്ടില്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ വിക്രത്തിനെയും കാണുന്നില്ല. ഒരു പക്ഷേ വാസവൻ്റെ ഗുണ്ടകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ശ്രീനി സാറേ. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും അവൻ എവിടെ ഉണ്ടെന്ന് എനിക്കൊന്ന് കണ്ടുപിടിച്ചിടണം. അതുപോലെ തന്നെ വേദയുടെ കാര്യത്തിലും നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശ്രീനിവാസൻ പറഞ്ഞു, മാഷ് പോയിക്കോ വീട്ടിലേക്ക്, എന്താണെന്ന് വെച്ചാൽ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറയണം. പിന്നീട് ശ്രീനിവാസന് എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അവരെവിടെയാന്ന് കണ്ടെത്തണം എന്നൊക്കെ. പക്ഷെ എങ്ങനെ കണ്ടെത്താനാന്ന് പറ, കൊടുങ്കാടിനുള്ളിൽ അവർ വിട്ടുപോയിരിക്കില്ലേ. രണ്ടുപേരുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഒട്ട് കിട്ടുന്നുമില്ല. വേദയുടെ കൈ ഫോൺ പോലും ഇല്ലായിരുന്നു. ആ ഒരു അവസ്ഥയില കാര്യങ്ങൾ. പക്ഷെ വിക്രത്തിന് റേഞ്ചും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, എങ്ങനെ കിട്ടാനാ? ഈ സമയത്ത് വേദയും വിക്രം കൂടെ പോകുന്ന വഴിക്ക് വേദയുടെ കാലയിലേക്ക് ഒരു ഈറ്റ കൊണ്ട് കയറുവാണ്. അങ്ങനെ കാലങ്ങോട്ട് മുറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഒരടി നടക്കാൻ പറ്റില്ല. കാലം മുറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദ അയ്യോ എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞു. അപ്പോഴേക്കും വിക്രം തിരിഞ്ഞു നോക്കി. വേദ പറഞ്ഞിട്ട് കാല് മുറിഞ്ഞെന്ന് പറയാണ്. നോക്കിയപ്പോൾ ഒരു കുത്തി കയറിയിട്ട് മുറിഞ്ഞു. പെട്ടെന്ന് വിക്രത്തിന് എന്ത് ചെയ്യണം നടത്തില്ല. വിക്രം പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, സങ്കടപ്പെടേണ്ട, സാരമില്ല, ഞാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ എന്ത് ചെയ്യണം, ആ കുറ്റിയൊക്കെ മാറ്റിയിട്ട് വേദ ഇവിടെ നടക്കേണ്ട വരാൻ പറയണം. അങ്ങനെ വേദയെ എടുക്കണം. കൈകളിൽ കോരി എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തണമല്ലോ, ആ കാടിനകത്ത് ഇരുത്താൻ പറ്റില്ലോ. ഇച്ചിരി അങ്ങോട്ട് മാറി ഒരു പാറ കണ്ടു, അവിടേക്ക് കൊണ്ട് ഇരുത്തി. പിന്നീട് വിക്രം എന്ത് ചെയ്യണം, ഒരു തുണി വെച്ച് വേദയുടെ കാലിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. ഇച്ചിരി പച്ചല മരുന്നൊക്കെ തേച്ച് പുരട്ടി വെച്ചു. എന്നിട്ട് കുറേ സമയം ഇവിടെ ഇരിക്കാം, എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറയണം. അപ്പോഴേക്കും വേദ ആകെപ്പാടെ നന്നായിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് വിക്രം നോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരരുവി പോകുന്നു. വിക്രം പറഞ്ഞു, അതെ ചിലപ്പോൾ ഇവിടെ മീൻ കാണുമായിരിക്കും എന്ന് പറയണം. ഇവിടെ ഇരിക്കാൻ പറയണം വേദയോട്. മീനോ? അതെ. അപ്പത്തിനും വേദ പറഞ്ഞു, എനിക്ക് തന്നെ ഇരിക്കാൻ പേടിയാന്ന് പറയണം. പിന്നീട് വിക്രം എന്ത് ചെയ്യണം, വേദയും കൂടെ ആ അരുവിയുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കുറേ മീനൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മീൻ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർത്ത് വിക്രം എന്തൊക്കെയോ കാണിച്ച് കുറച്ച് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ആകെപ്പെട്ട ഒരു ആയുധം എന്ന് പറഞ്ഞാൽ ഒരു പിച്ചാത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അവന്. അതുണ്ടായിരുന്നു. അത് വെച്ച് അവന് കമ്പൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ മീൻ പിടിച്ച് അതൊക്കെ ആയിട്ട് അവർ പോവുകയാണ്. അപ്പം കുറേ ദൂരം വേദ എടുത്തു. പിന്നീട് വേദയ്ക്കൊരു കമ്പൊക്കെ വെട്ടി കൊടുക്കുകയാണ്. ഇതും കുത്തി നടന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ രാത്രി ആകുന്തോറും ടെൻഷനാണ്, എങ്ങോട്ട് പോകും. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ വിക്രം ഇടയ്ക്കിടയ്ക്ക് വേദയെ പേടിപ്പിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് കണ്ടോ എന്തേലുമൊക്കെ ചിലപ്പോൾ വല്ല പുലിയൊക്കെ ആയിരിക്കും, കടുവയൊക്കെ ആയിരിക്കും ചാടി വരുന്നത്, നമ്മളെ കടിച്ചു കീറുമെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് ടെൻഷനായി. വേദയ്ക്കാണെങ്കിൽ എങ്ങനെയാലും കാട്ടിൽ നിന്ന് പുറത്ത് കടന്നാൽ മതിയെന്നുള്ളൂ. രാത്രിയാകുമ്പത്തേനും അതിൻ്റെ ടെൻഷൻ വേറെ. അങ്ങനെ കുറച്ച് ദൂരം അവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, ഇനി എനിക്കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ നടക്കാനായിട്ട്. വിക്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കാം, എന്തേലും ഒരു മാർഗം ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയണം. പക്ഷേ തീ കത്തിക്കാനായിട്ട് ഉള്ള മാർഗം എന്തേലും വേണ്ടേ? തീ കത്തിച്ചാലേ ആ മീൻ എന്തേലും ഒന്ന് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്താണല്ലോ അവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ അവർക്ക് അവിടെ കിടന്നിട്ട് ഒരു ലാമ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് അവിടെ ആരാണ്ട് വന്നവരൊക്കെ അവിടെ ഉപയോഗിച്ചെന്ന് തോന്നുന്നു കുറേ തുണികളും സാധനങ്ങളും എല്ലാം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടന്ന് അവിടെ ഒന്ന് ശരിക്കും തപ്പി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കിടന്ന് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് അവിടെ ആരാണ്ട് വന്നിട്ട് തീയൊക്കെ കൂട്ടിയ ലക്ഷണം കാണുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇവിടെ കാട് കയറാമെന്ന് ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് വിക്രം പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ തീ കൂട്ടി ഞാനിത് പാകം ചെയ്ത് തരാമെന്ന് പറയണം. കാരണം വേറെ നിവൃത്തിയില്ല, വേറെക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വിക്രം തന്നെ എന്ത് ചെയ്യണം, ആ മീനൊക്കെ
വെട്ടി വൃത്തിയാക്കി അതങ്ങനെ ഒരു കമ്പയിൽ ഇങ്ങനെ കോർത്ത് അതിങ്ങനെ ചുടുകയാണ്. കുറേ ഇങ്ങനെ തീയും ഇതൊക്കെ തീയെന്ന് പറഞ്ഞാൽ കുറേ കമ്പെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി അതങ്ങനെ അവസാനം ചുട്ടെടുക്കുകയാണ്. ഈ സമയത്ത് വേദ എവിടെ ഇരിക്കുക? വേദ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. വേദയ്ക്കൊരു കാര്യം മനസ്സിലായി, ഏത് കാട്ടിലാണെങ്കിലും വിക്രത്തിനെ തന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന്. പക്ഷേങ്കിൽ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഇരുട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്കും ടെൻഷനായി. അങ്ങ് മൃഗങ്ങളുടെ ഒരു ശബ്ദങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി. അങ്ങനെ അവസാനം ആ മീനൊക്കെ ചുട്ട് വേദയ്ക്ക് കൊടുക്കണം. അങ്ങനെ രണ്ടുപേരും അവർ ഭക്ഷിച്ചു. ഇനി എങ്ങോട്ട് പോകുമെന്നറിയത്തില്ല. എവിടെയായാലും രാത്രി കാട്ടിക്കൂടെ നടക്കാൻ പറ്റില്ല, അധിക ദൂരം സ്റ്റേ ചെയ്യണമല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ പൊക്കത്തിൽ വലിയൊരു പാറപ്പുറം കണ്ടു. വിക്രം പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പാറപ്പുറത്ത് കയറിയിരിക്കാന്ന് പറയണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം കാട്ടിക്കൂടെ നടന്നിട്ടുണ്ട്, ആന വരും, എന്തൊക്കെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ വേദയും കൂട്ടിക്കൊണ്ട് പാറയുടെ പൊക്കത്തേക്ക് പോവാണ്. ഈ സമയത്ത് വേദയ്ക്ക് നന്നായിട്ട് തണുക്കാൻ തുടങ്ങി. നല്ല തണുപ്പാ. വിക്രം തന്നെ ജാക്കറ്റൊക്കെ ഒരു വേദയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഇത് ഇട്ടോളാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ വേദ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വിക്രത്തിന് നല്ല ക്ഷീണം തോന്നി. വിക്രം പതുക്കെ അവിടെ നിന്ന് മയങ്ങുകയാണ്. അപ്പം വേദയ്ക്കാണ് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വേദ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് വേദ എന്തോ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് ഞാൻ വേദ ഞെട്ടിപ്പോയി. ഈ സമയം വിക്രത്തെ ഓടിച്ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് വേദ. ഒരു നിമിഷം വിക്രം ചാടി എഴുന്നേറ്റു. എന്താന്ന് ചോദിച്ചുകൊണ്ട് അതെന്തോ ഒരു ശബ്ദം കേട്ടെന്ന് പറയണം. വിക്രത്തിന് നെഞ്ചിലേക്ക് വേദ പറ്റിച്ചേർന്നു. വിക്രം വേദയെ ചേർത്ത് പിടിച്ച് അങ്ങനെ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. വേദയ്ക്ക് എന്തോ ഒരു സുരക്ഷിതത്വമൊക്കെ തോന്നി. അതുപോലെ തന്നെ വിക്രത്തിനും വേദയോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ആ സമയത്ത്. കാരണം തൻ്റെ തണലിൽ ഇനിയിപ്പം വേറെ നിവൃത്തിയൊന്നുമില്ല വേദയ്ക്ക്. അത് മാത്രമല്ല വേദയ്ക്ക് മനസ്സിലായി തനിക്ക് ഇനിയിപ്പോൾ ആശ്രയം എന്ന് പറഞ്ഞാൽ വിക്രം മാത്രമേ ഉള്ളെന്ന്. ഇനിയിപ്പോൾ എന്ത് വന്നാലും തൻ്റെ ഭർത്താവാണ്. അപ്പോൾ ഇത്രയും കാലം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, അവർ തമ്മിൽ അകൽച്ചായിരുന്നു. വേദ എപ്പോഴും പറയായിരുന്നു, എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലായിരുന്ന സമയത്ത് വിക്രത്തിനെ വാശി പിടിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. കാരണം വേദയ്ക്കറിയാം തനിക്കൊരു തണലുണ്ടെങ്കിൽ അത് വിക്രത്തിൻ്റെ അടുത്താണ്. അങ്ങനെ വിക്രത്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വിക്രത്തിന് സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ആ സമയത്ത് വേദയ്ക്കൊരു ആശ്രയം കൊടുക്കാന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയല്ലേ. അങ്ങനെ അവർ ആ കൊടുങ്കാട്ടിൽ അവർ പരസ്പരം പ്രണയിക്കുവാണ്. ആ ഒരു രാത്രി കൊണ്ട് അവരൊന്നാകുവാണ്, പരസ്പരം അടുത്തറിയുവാണ്. അവർ തമ്മിലുള്ള ആ ഒരു അകൽച്ച, പേടി, കാര്യങ്ങളെല്ലാം മാറുവാണ്. വേദയ്ക്ക് മനസ്സിലായി വിക്രം എന്താ ഏതാന്നൊക്കെ. അതുപോലെ തന്നെ വിക്രത്തിനും അറിയാം ഇവിടെ തൻ്റെ ഭാര്യയാണ്. ഒരു അപ്രതീക്ഷിത മുഹൂർത്തത്തിൽ താലി കെട്ടിയതാണെങ്കിലും ഇവളായിരിക്കും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണേ. അപ്പം ഇന്നുവരെ വിക്രത്തിന് ആരോടും അങ്ങനെ പ്രണയം കാര്യങ്ങളും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ രാധ അത്ര നാളും പുറകെ നടന്നിട്ട് രാധയോട് പോലും തോന്നാത്തേ. പക്ഷേങ്കിൽ വിക്രത്തിന് വേദയോട് പ്രണയം തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിലും വേദയെ കാണാതെ ഒരു നിമിഷം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതേ പ്രണയം. അങ്ങനെ വിക്രം വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അത് നമ്മൾ ആ നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് തന്നെ കാണാം. നല്ല ഭംഗിയാണ് അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട്. ഇനി എന്താണെങ്കിലും വരുന്ന ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെയായിരിക്കും. എന്താണെങ്കിലും ഗുണ്ടാഭിലാഷിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് അവരങ്ങനെ പോയെങ്കിലും ഒരു പക്ഷേങ്കിൽ ദൈവമായിട്ട് അവർക്ക് കൊടുത്തൊരു അവസരമായിരിക്കും അവർക്ക് തിരിച്ചറിയാനും പരസ്പരം മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിയുമ്പോൾ അവരവിടുന്ന് രക്ഷപ്പെട്ട് നേരെ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു വരവെന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ ഒന്നും ആയിരുന്നില്ല. അവർ പരസ്പരം കൂടുതൽ അടുത്തിട്ടുള്ള വരവായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തയ്യാറായിട്ടായിരുന്നു അവർ വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.